കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള കുറേ ജനങ്ങളുടെ മനസമാധാനം കെടുത്തിയ ഒരു കുറ്റി ഓർമ്മയില്ലേ? അതാണ് മഞ്ഞക്കുറ്റി. പക്ഷെ അത് ഈ മഞ്ഞക്കുറ്റിയല്ല, അത് സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായി കേരളയിൽ സ്ഥാപിച്ച മഞ്ഞക്കുറ്റിയായിരുന്നു. പക്ഷേ ഇത് തിരുവനന്തപുരത്തെ കുറേ ജനങ്ങളുടെ മനസമാധാനം കെടുത്തിയിരിക്കുന്ന മഞ്ഞക്കുറ്റിയാണ്. റിംഗ് റോഡ് പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന മഞ്ഞക്കുറ്റി. വീടും പറമ്പുമെല്ലാം നഷ്ടമായിട്ടും അർഹമായ പണം കിട്ടാതാക്കിയ മഞ്ഞക്കുറ്റി. നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി വരുന്നതെന്ന് പറയുമ്പോൾ ആദ്യം സന്തോഷം തോന്നി. കാര്യം നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണല്ലോ എന്ന് കരുതി. എൻ്റെ ഈ വീടും പുരയിടവും ഇത് മൊത്തമായിട്ട് ഇതിനോടനുബന്ധിച്ച് പോകുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കല്ല് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഏകദേശം 3.5 വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിനെ ആകെ തകിടം മറിച്ച ഒരു കല്ല് കൂടിയാണിത്. ഞാൻ ഗൾഫിൽ ഒരു ജോലി ചെയ്യുകയായിരുന്നു, ഒരു കാർ ഷോറൂമിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് ഇവിടുത്തെ കിളിമാനൂരത്തെ സ്പെഷ്യൽ തഹസീൽദാർ എന്നെ വിളിക്കുകയും നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട രേഖകളെല്ലാം വാങ്ങി ഞങ്ങളെ ഏൽപ്പിക്കണം. സർട്ടിഫിക്കറ്റുകൾ കിട്ടാനായിട്ട് 45 ദിവസം എടുത്തു. അപ്പോൾ എൻ്റെ ലീവ് കഴിഞ്ഞു, വിസ ക്യാൻസലായിപ്പോയി. അങ്ങനെ എനിക്ക് തിരിച്ചു പോകാൻ സാധിച്ചില്ല. എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ മകളുടെയൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് ഒരു വീട് വെക്കണമെന്നുള്ളത്. സർക്കാർ ഏറ്റെടുത്തു. ഈ നമ്പർ ഇട്ടതിന് ശേഷം ഇപ്പോൾ ഏകദേശം 3 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 14 ലക്ഷം രൂപ അടുപ്പിച്ച് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയും അതിൽ ലോണിൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം ബാലൻസ് ഉണ്ട്. അപ്പോൾ ഗൾഫിലെ ജോലി നഷ്ടമായത് കാരണം ലോൺ അടയ്ക്കാനും നമുക്ക് പറ്റുന്നില്ല. നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ വരുമാനം, കുട്ടികളുടെ പഠിത്തവും എല്ലാം കൂടെ നമ്മുടെ കയ്യിൽ പോലും നിൽക്കാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. സൗദിയിൽ ജോലി ചെയ്ത് ജീവിതം കെട്ടിപ്പടുത്താൻ തുടങ്ങിയ പുളിമാത്തിലെ ശ്രീകുമാറിന് സംസ്ഥാന സർക്കാർ കാരണം പ്രവാസ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. വലിയ ബാധ്യത തലയിലേറ്റി പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. വീടുകൾക്കിടയിലും പറമ്പിലുമുള്ള ഈ കുറ്റി കാണുമ്പോൾ വീടും കിടപ്പാടവും നഷ്ടപ്പെട്ടവർക്ക് ഭീതിയാണ്. നാട്ടിൽ വികസനം വരാൻ റിംഗ് റോഡിനായി ഉള്ള കിടപ്പാടവും ഭൂമിയും കൊടുത്ത ലതയെ പോലുള്ള പാവങ്ങളുണ്ട്. നമ്മൾ ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് 1 ലക്ഷം രൂപ കൊടുന്ന് അഡ്വാൻസ് കൊടുത്ത് 3-3.5 വർഷം കൊണ്ട് നമ്മളിപ്പോൾ കിടന്ന് അനുഭവിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട് മെയിൻ്റെനൻസ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടത്തില്ല. നമുക്ക് പഴക്കമുണ്ട് വീടിനെ. ആണ്ട് ഷെയ്ഡൊക്കെ ഇളകിയിരിക്കുന്നുണ്ടല്ലേ. ഈ സൈഡൊക്കെ ഇങ്ങനെ കുറച്ച് വീണ് ഇനി അവിടെ ആണ്ട് ഇളകിയിരിക്കണം. അവിടെ നമുക്ക് അവിടെ ഒരു കട്ടിലെടുത്തിട്ട് കിടക്കാൻ പോലും പേടിയാണ്. ഇതിങ്ങനെ വിള്ളൽ വീണം. അപ്പം നമുക്ക് മഴക്കാലമൊക്കെ വരുമ്പോൾ പേടിയാണ്. ഓരോ മഴക്കാലം വരുമ്പോഴത്തേക്കും വെള്ളം കയറുമ്പോൾ ഓരോ വശമായിട്ട് ഇടിഞ്ഞു വീഴും. നമ്മളെ ഇറങ്ങി പോകാൻ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതും കൊണ്ട് 50,000 അടുത്തുകൊണ്ട് ഇറക്കിയിട്ട് കേട്ടല്ലോ, മാന്യമായി ജീവിക്കാനുള്ള ഇവരുടെ അവകാശം പോലും സർക്കാരിൻ്റെ ഒരു പദ്ധതി കാരണം നിഷേധിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു വലിയ വാക്ക് നിറവേറ്റാനാകാതെ വരുമ്പോൾ സർക്കാർ എന്ത് ചെയ്യണം? ഒന്നി നഷ്ടപരിഹാരം താരണമാകത്തും, അല്ലെങ്കിൽ നമ്മളെ ആ നോട്ടിഫിക്കേഷൻ മാറ്റി നമ്മളെ പഴയതുപോലെ ആക്കി തരണം. അന്നോടൊന്ന് പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഒരു കശുവണ്ടി ഫാക്ടറിയിലൊക്കെ പോയ ഒരു ദിവസത്തെ വരുമാനം അറിയാമല്ലോ. ആ വരുമാനത്തിലാണ് നമ്മൾ 5 പേര് കഴിയുന്നത്. നമുക്ക് കയറി കിടക്കാൻ, റോഡിൽ കിടക്കാൻ പറ്റുമോ? ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണ്. ഈ മണ്ണിന് കളഞ്ഞിട്ട് പോകുന്നത് ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല. പരിസ്ഥിതി അനുമതികളൊന്നും എല്ലാം ത്യജിച്ച് ഭൂമി നൽകിയവരുടെ ഉത്തരവാദിത്തമല്ല. അത് റിംഗ് റോഡ് നിർമ്മിക്കേണ്ട സർക്കാരിന്റെ മാത്രം കടമയാണ്. ഈ വസ്തുവിന്റെ ഒരു ഇതും ഇവിടെ ഇരിക്കൂല. എല്ലാം കൊടുത്ത് എല്ലാ രേഖയും കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. വേറെ വീട് മേടിക്കാൻ നമ്മളെ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് കളഞ്ഞിട്ട് പോകില്ലായിരുന്നു. നമ്മളെ പൈസ ഇരിക്കണം. അത് ഇല്ല, നമ്മൾ ഇത് നമ്മൾ കളഞ്ഞിട്ട് പോയാൽ നമ്മൾ എവിടെ പോയി കിടക്കും? കടത്തുണ്ണേ പോയി കിടക്കുമോ? ഒരു 6 മാസത്തിനകം വെച്ച് നമുക്ക് എല്ലാം റെഡിയാക്കി തരുമെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് ഇപ്പോൾ എങ്ങടോ ഇല്ലാത്ത കണക്കിനായി. 3 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ഈ കാലത്തിനുള്ളിൽ ഇവിടെ റിംഗ് റോഡൊന്നും വരാൻ പോകുന്നില്ല. സർക്കാരിന് മനസാക്ഷിയുണ്ടെങ്കിൽ വീടും കിടപ്പാടവും നഷ്ടമായവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഈ സമയത്തിനുള്ളിൽ നൽകണം. പദ്ധതി നടക്കില്ലെങ്കിൽ അവരുടെ വസ്തുരേഖകൾ തിരികെ നൽകണം. ക്യാമറ സജീവമാനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.